ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ലാറ്ററൽ എൻട്രി ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള മെക്കാനിക്സ് എന്നുള്ള ടോപ്പിക്സിൽ കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് റിസൾട്ടൻറ്റ് ഫോഴ്സ്? ഓക്കെ, വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ റിസൾട്ടൻറ്റ് ഫോഴ്സ് ഓഫ് ദ ടു ഫോഴ്സസ് വിച്ച് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ? അപ്പം നമുക്ക് രണ്ട് ഫോഴ്സസ് ഉണ്ട്, അവരെന്താണ്? പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആണ് അല്ലേ. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്ര നമുക്ക് തന്നേക്കുന്നത്? 20 കിലോ ന്യൂട്ടൺ ആൻഡ് 30 കിലോ ന്യൂട്ടൺ റെസ്പെക്റ്റീവ്ലി എന്ന് തന്നേക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടേ? മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി റിസൾട്ടൻറ്റ് ഫോഴ്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ വരും? മാഗ്നിറ്റ്യൂഡ് ഓഫ് റിസൾട്ടൻറ്റ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താ? R ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് F1 സ്ക്വയർ പ്ലസ് F2 സ്ക്വയർ പ്ലസ് 2F1 F2 കോസ് തീറ്റ എന്ന് വരും അല്ലേ. അപ്പം F1 എന്തുവായിരുന്നു? നമ്മുടെ ഫസ്റ്റ് ഫോഴ്സ് 20 കിലോ ന്യൂട്ടൺ ആയിരുന്നു അല്ലേ. അപ്പം 20 സ്ക്വയർ പ്ലസ് F2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 30 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു F1 20 F2 30. തീറ്റ എത്ര ഇവിടെ? 90 ഡിഗ്രീസ് പെർപെൻഡിക്കുലർ ആയത് കാണാം. അപ്പം കോസ് 90 എന്ന് വരും അല്ലേ. സൈൻ 90 എന്താണ്? 1 ആണല്ലേ. കോസ് 90 എന്താണ്? 0 ആണല്ലേ. അപ്പം നമ്മുടെ ഈ ടൈം ഫുൾ എന്തായി പോവും? 0 ആയി പോവും. അപ്പം സ്ക്വയർ റൂട്ട് അണ്ടർ സ്ക്വയർ റൂട്ട് എത്ര വരും? 20യുടെ സ്ക്വയർ 400ഉം 30യുടെ സ്ക്വയർ അറൗണ്ട് എത്ര വരും? 900ഉം വരും അല്ലേ. അപ്പോൾ എത്ര ആൻസർ? സ്ക്വയർ റൂട്ട് ഓഫ് 1300 വരും അല്ലേ. സ്ക്വയർ റൂട്ട് ഓഫ് 1300 വരും. അറൗണ്ട് ആൻസർ എത്ര നമുക്ക് കിട്ടുന്നത്? 36 കിലോ ന്യൂട്ടൺ അറൗണ്ട് ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഓപ്ഷൻ എന്താണ്? 36 കിലോ ന്യൂട്ടൺ ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇനിയും അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് വിച്ച് റെഫേഴ്സ് ടു ദ സ്റ്റഡി ഓഫ് റിജിഡ് ബോഡി? റിജിഡ് ബോഡിയെ പറ്റിയിട്ടുള്ള സ്റ്റഡിയാണ്. റിജിഡ് ബോഡി ഇൻ മോഷനിലാണ് വിത്തൗട്ട് റെഫറൻസ് ടു ദ ഫോഴ്സ് ദാറ്റ് കോസസ് ദ മോഷൻ. അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ഫോഴ്സിനെ കൺസിഡർ ചെയ്യുന്നില്ല. ആ ബ്രാഞ്ച് ഓഫ് മെക്കാനിക്സിൻ്റെ പേരെന്താണ്? ഓക്കെ, അപ്പം നമുക്ക് ബ്രാഞ്ചസ് ഓഫ് മെക്കാനിക്സ് നോക്കാം. ഒന്നാമത്തെ എന്താ? കൈനമാറ്റിക്സ്. ഓക്കെ, കൈനമാറ്റിക്സ് എന്ന് പറയുമ്പോൾ എന്താ? കൈനമാറ്റിക്സ് എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് ആദ്യം സ്റ്റാറ്റിക്സ് തൊട്ട് നോക്കാം. ആദ്യത്തെ നമ്മൾ സ്റ്റാറ്റിക്സ് നമ്മൾ ആദ്യം മെക്കാനിക്സിൽ പഠിക്കുന്ന അല്ലേ. അപ്പം സ്റ്റാറ്റിക്സ് എന്ന് പറയുമ്പോൾ ഒരു ബ്രാഞ്ച് ഓഫ് മെക്കാനിക്സ് ആണ്. അതിനകത്ത് സ്റ്റഡി ഓഫ് ഫോഴ്സസ് ഉണ്ട്, പിന്നെന്താ അതിൻ്റെ എഫക്റ്റ് ഉണ്ട്. പക്ഷേ എന്താണ്? സ്റ്റേഷനറി ബോഡിയുടെയാണ് സ്റ്റാറ്റിക്സ്. ഓക്കെ, സ്റ്റാറ്റിക്സ് കഴിഞ്ഞ് നമ്മൾ പഠിക്കുന്നത് എന്താ? ഡൈനാമിക്സാണ് പഠിക്കുന്നത് അല്ലേ. ഡൈനാമിക്സ് എന്ന് പറയുമ്പോൾ എന്താ? സ്റ്റഡി ഓഫ് മോഷൻ ആൻഡ് ഫോഴ്സസ്. അപ്പം നേരത്തെ റെസ്റ്റിലായിരുന്നു, ഇനി അടുത്തത് മോഷനിൽ, ബോഡി മോഷനിലാണ്. അതുപോലെ തന്നെ ഫോഴ്സസ് ദാറ്റ് കോസ് ഇറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി കൈനമാറ്റിക്സ്, കൈനറ്റിക്സ്. കൈനമാറ്റിക്സിലും കൈനറ്റിക്സിലും സ്റ്റഡി ഓഫ് മോഷൻ തന്നെയാണ്. പക്ഷേ അതിനകത്ത് എന്താ? കൈനമാറ്റിക്സ് ആണെങ്കിൽ വിത്തൗട്ട് കൺസിഡറിങ് ദ ഫോഴ്സ് ദാറ്റ് കോസസ് ഇറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ്? കൈനമാറ്റിക്സിൽ നമ്മൾ ആ ഉണ്ടാകുന്ന ഫോഴ്സിനെ കൺസിഡർ ചെയ്യുന്നില്ല. കൈനറ്റിക്സ് ആണെങ്കിലോ, കൈനറ്റിക്സിൽ നമ്മൾ എന്ത് ചെയ്യും? ഫോഴ്സിനെ കൺസിഡർ ചെയ്യും. ഫോഴ്സ് ദാറ്റ് കോസ്ഡ് ഇറ്റിനെ കൺസിഡർ ചെയ്യും. ഓക്കെ, അപ്പോൾ സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ സ്റ്റേഷനറി ബോഡിയുടെ സ്റ്റഡിയാണ്. ഡൈനാമിക്സ് എന്ന് പറയുമ്പോൾ മോഷനെ പറ്റിയിട്ടും അതിനെ ഫോഴ്സിനെ പറ്റിയിട്ടുള്ള സ്റ്റഡിയാണ്. അടുത്തത് ഇത് രണ്ടും ഓർക്കാൻ ഒരു എളുപ്പമാണ്. നമുക്ക് കൈനറ്റിക് ഹോണ്ട ഇല്ലേ, കൈനറ്റിക് ഹോണ്ടയിൽ നമ്മൾ അല്ലെങ്കിൽ എന്താ പണ്ട് ആക്റ്റീവയ്ക്കൊക്കെ കൈനറ്റിക് ഹോണ്ട എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതിലെന്താ? നമ്മൾ ആക്സിലറേഷൻ കൊടുത്താലോ നമ്മൾ വൺ വെഹിക്കിൾ മൂവ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഫോഴ്സ് കൊടുത്താൽ മൂവ് ചെയ്യും. അങ്ങനെയുള്ളതാണ് കൈനറ്റിക്സ് എന്ന് ഓർക്കുക. പിന്നെന്താ? കൈനമാറ്റിക്സ് ഫോഴ്സ് കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പം നമ്മുടെ ആൻസർ എന്താണ്? നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് കൈനമാറ്റിക്സ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്ത നോക്കിയേ. എ ട്രസ് കൺസിസ്റ്റിംഗ് ഓഫ് കോപ്ലൈനാർ മെമ്പേഴ്സ്. കോപ്ലൈനാർ എന്ന് പറഞ്ഞാൽ എന്താ? സെയിം പ്ലെയിനിൽ കിടക്കുന്ന മെമ്പറുകളുള്ള ട്രസ്സിന് പറയുന്ന പേരെന്താണ്? എന്താണ്? പ്ലെയിൻ ട്രസ്. നമ്മളിപ്പോൾ ഈ ബ്രിഡ്ജ് നോക്കിയേ, ഇതിൻ്റെ ഈ ഒരു സൈഡ് മാത്രം നോക്കിയേ, ഒരു പ്ലെയിനിലല്ലേ ആ മെമ്പേഴ്സ് എല്ലാം കിടക്കുന്നത്. ഓക്കെ, അങ്ങനെയുള്ള കോപ്ലൈനാർ മെമ്പേഴ്സ് ഉള്ള ട്രസ്സിന് പറയുന്ന പേരെന്താണ്? പ്ലെയിൻ ട്രസ്. ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ.
വെൻ എ ബ്ലോക്ക് ഈസ് പ്ലേസ്ഡ് ഓൺ ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ, ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ ഞാനൊരു ബ്ലോക്ക് വെക്കുവാണ്. ഇറ്റ്സ് സ്റ്റീപ്പസ്റ്റ് ഇൻക്ലിനേഷൻ ടു വിച്ച് ദ ബ്ലോക്ക് വിൽ ബി ഇൻ ഇക്വിലിബ്രിയം. ഇപ്പോൾ ഇത് ഇക്വിലിബ്രിയത്തിലാണ്. ഇനി ഞാൻ സ്ലോപ്പ് കുറച്ചുകൂടെ മാറ്റിയാലോ, അത് മൂവ് ചെയ്യാൻ തുടങ്ങും അല്ലേ. മൂവ് ചെയ്യുന്നതിന് മുമ്പ് അവന് സ്റ്റേബിളായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു എന്താണ് സ്റ്റീപ്നെസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഇൻക്ലിനേഷൻ ഉണ്ട്. ആ ഇൻക്ലിനേഷന് പറയുന്ന പേരെന്താണ്? ആംഗിൾ ഓഫ് റീപോസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ആംഗിൾ ഓഫ് റീപോസ്. നമ്മൾ ഈ മണ്ണൊക്കെ കൂമ്പാരം കൂട്ടിയിടത്തില്ലേ, ഒരു പ്രത്യേക ആംഗിൾ വരെ മണ്ണ് അവിടെ നിൽക്കും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് ചെയ്യും? മണ്ണ് താഴോട്ട് വരാൻ തുടങ്ങും. ആ ഒരു നിൽക്കുന്ന ഒരു ആംഗിളിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇൻക്ലൈൻഡ് ബോഡി ഒരു സർഫസിൽ ഇരിക്കുകയാണെങ്കിൽ അവൻ്റെ വെയിറ്റ് താഴോട്ട് ആക്ട് ചെയ്യുമല്ലോ. വെയിറ്റ് എന്താണ്? mg ആണ്. ഇത് തീറ്റ ആണെങ്കിൽ ഇത് എത്ര ആയിരിക്കും? 90 ആയിരിക്കും. ഇത് 90 മൈനസ് തീറ്റ ആയിരിക്കും. ഇത് തീറ്റ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇത് തീറ്റ ആയതുകൊണ്ട് ഇത് mg കോസ് തീറ്റയും ഇത് mg സൈൻ തീറ്റയും ആയിരിക്കും. ഇനി ഫ്രിക്ഷണൽ ഫോഴ്സ് എങ്ങോട്ടായിരിക്കും ആക്ട് ചെയ്യുക? ഫ്രിക്ഷണൽ ഫോഴ്സ് മൂവ്മെൻറ്റ് ഇങ്ങോട്ടാണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുക. ഈ സർഫസ് എന്ത് കൊടുക്കും? ഒരു നോർമൽ റിയാക്ഷൻ കൊടുക്കും. ഇതാണ് നമ്മുടെ നോർമൽ റിയാക്ഷൻ. ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് അറിയാവോ? മ്യൂ ഇൻറ്റു നമ്മുടെ നോർമൽ റിയാക്ഷൻ n ആണെങ്കിൽ n, അല്ലെങ്കിൽ മ്യൂ ഇൻറ്റു നോർമൽ റിയാക്ഷൻ rn ആണെങ്കിൽ rn എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. What refers to a pair of equal, opposite and parallel forces? ഓക്കെ, എന്തുണ്ട്? ഒരു പെയർ എന്ന് പറഞ്ഞാൽ രണ്ട് ഫോഴ്സ് ഉണ്ട് അല്ലേ. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? ഈക്വൽ ആണ്. ഇപ്പോൾ രണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് എഫ് ആണെന്ന് കൊടുക്കാം. പക്ഷേ അതിൻ്റെ ഡയറക്ഷൻ എന്താണ്? ഓപ്പോസിറ്റ് ആണ്. ഒരെണ്ണം ഒരു അപ്വേർഡ് ആണെങ്കിൽ ഒരെണ്ണം ഡൗൺവേർഡ് ആയിരിക്കും. ഓക്കെ, അപ്പം എന്താണ്? വാട്ട് റെഫേഴ്സ് ടു എ പെയർ ഓഫ് ഈക്വൽ, ഓപ്പോസിറ്റ് ആൻഡ് പാരലൽ ഫോഴ്സസ്. അപ്പോൾ ഇതിനെന്താ പറയുന്നത്? എ പെയർ ഓഫ് ഈക്വൽ, ഓപ്പോസിറ്റ് ആൻഡ് പാരലൽ ഫോഴ്സസിൻ്റെ പേരെന്താ? കപ്പിൾ. ഓക്കെ, കപ്പിൾ എന്നാണ് അതിന് പറയുന്നത്. ഓക്കെ, റൊട്ടേറ്റിംഗ് എഫക്റ്റ് ഓഫ് എ ഫോഴ്സ് ആണ്. ഓക്കെ, കപ്പിൾ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത എന്താ? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ഫ്രിക്ഷൻ ഈസ് ഫോൾസ്. കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഫോൾസ് ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പം നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് വായിച്ച് നോക്കാം. The direction of frictional force on a surface is such as to oppose the tendency of one surface to slide relative to other. അല്ലേ, എങ്ങനെ ഒരു ബോഡി മറ്റൊരു ബോഡിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് സ്ലൈഡ് ചെയ്ത് പോകുമ്പോഴത്തേനും ഫ്രിക്ഷണൽ ഫോഴ്സ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്? ഫ്രിക്ഷണൽ ഫോഴ്സ് എവിടെ ആയിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്? ഫ്രിക്ഷണൽ ഫോഴ്സ് ഈ ഒരു കോണ്ടാക്റ്റിലായിരിക്കും അല്ലേ ഡെവലപ്പ് ചെയ്യുന്നത്. ഇവൻ്റെ മൂവ്മെൻറ്റ് ഇങ്ങോട്ടാണെങ്കിൽ ഫ്രിക്ഷൻ എങ്ങോട്ടായിരിക്കും? ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. The total frictional force is depend on area of contact between two surfaces. ആ ഓപ്ഷൻ തെറ്റാ. ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഏരിയ ഡിപ്പെൻഡൻ്റ് അല്ല, അതിന് ഇൻഡിപെൻഡൻ്റ് ആണ്. ഏരിയന് എന്താണ്? ഇൻഡിപെൻഡൻ്റ് ആണ്. ഓക്കെ, ഇനി അടുത്ത നോക്കി. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് വിച്ച് ടെൻസ് ടു മൂവ് ദ ബോഡി ടിൽ ദ ലിമിറ്റിംഗ് വാല്യൂ ഈസ് റീച്ച്ഡ്. അപ്പോൾ നമ്മൾ ഫ്രിക്ഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അല്ലേ. നമ്മൾ മൂവ് ചെയ്യുക, ഒരു സാധനം മൂവ് ചെയ്യുക, ഒരു വെലോസിറ്റിയിൽ മൂവ് ചെയ്യാണ്, ഫ്രിക്ഷൻ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, എപ്പോഴും ഇത് മൂവ് ചെയ്യുക? ഫ്രിക്ഷൻ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആകും. ലിമിറ്റിംഗ് ഫ്രിക്ഷനെ ഈ ഫോഴ്സ് ഓവർടേക്ക് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ കഴിഞ്ഞിട്ടുള്ള വാല്യൂ ഇവന് വരുവാണെങ്കിൽ മാത്രമേ ഇത് മൂവ് ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതുവരെ ഫ്രിക്ഷൻ്റെ വാല്യൂ എന്തായിരിക്കും? ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആയിരിക്കും അല്ലേ. അപ്പോൾ ആ ഓപ്ഷൻ കറക്റ്റ് ആണ്. ഫ്രിക്ഷൻ ഫോഴ്സ് ഈസ് ഓൾവേസ് ലെസ് ദാൻ ദ ഫോഴ്സ് റിക്വയർഡ് ടു കോസ് മോഷൻ. ഓക്കെ, അപ്പോൾ മോഷൻ ഉണ്ടാവണ എന്തായിരിക്കണം? നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്തായിരിക്കണം? ചെറുതായിരിക്കണം. അപ്പോൾ അതും കറക്റ്റാണ്. അപ്പോൾ ഏതാണ്? 3 ഓപ്ഷൻ കറക്റ്റാണ്. ഓപ്ഷൻ ബി ആണ് തെറ്റായിട്ടുള്ളത്, ഫോൾസ് ആയിട്ടുള്ളത്. അപ്പം ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഇറ്റ് ഈസ് എ മാത്തമാറ്റിക്കൽ പ്രോപ്പർട്ടി. ഒരു മാത്തമാറ്റിക്കൽ പ്രോപ്പർട്ടിയെ പറ്റി പറയുക. മാത്തമാറ്റിക്കൽ പ്രോപ്പർട്ടി ഓഫ് എ സെക്ഷൻ. ഒരു സെക്ഷൻ്റെ മാത്തമാറ്റിക്കൽ പ്രോപ്പർട്ടിയാണ്. കൺസേൺഡ് വിത്ത് എ സർഫസ് ഏരിയ. സർഫസ് ഏരിയ വരുന്നുണ്ട്. ആൻഡ് ഹൗ ദാറ്റ് ഏരിയ ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ ദ റെഫറൻസ് ആക്സിസ്. അപ്പോൾ എനിക്കൊരു റെഫറൻസ് ആക്സിസ് ഉണ്ട്. ആ റെഫറൻസ് ആക്സിസിന് എബൌട്ടായിട്ട് സർഫസ് ഏരിയ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കുന്നത്? ഓക്കെ, അങ്ങനെ പറയുന്ന പ്രോപ്പർട്ടിയുടെ പേരെന്താണ്? സെക്കൻഡ് മൊമെൻ്റ് ഓഫ് ഏരിയ. ഓക്കെ, എന്താണ്? സെക്കൻഡ് മൊമെൻ്റ് ഓഫ് ഏരിയ. ഓക്കെ, അപ്പം സെക്കൻഡ് മൊമെൻ്റ് ഓഫ് ഏരിയ എന്ന് പറയുന്നൊരു ജിയോമെട്രിക്കൽ പ്രോപ്പർട്ടി ഓഫ് ആൻ ഏരിയ ആണ്. എന്ത് ചെയ്യും? അത് എന്താ റിഫ്ലക്റ്റ് ചെയ്യും. എന്ത്? ഓരോ പോയിൻറ്റ്സും ഒരു റെഫറൻസ് ആക്സിസ്, ഒരു ആർബിട്രറി ആക്സിസിന് എബൌട്ടായിട്ട് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പം മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്ന് നമ്മൾ സെക്കൻഡ് മൊമെൻ്റ് ഓഫ് ഏരിയനെ പറയും. ഓക്കെ, അപ്പം എന്താണ്? ഓരോരോ ബോഡികളുടെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഒരു ടേബിളൊക്കെ ആക്കിയിട്ട് പഠിച്ചോണം. അതൊക്കെ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ്
തിൻ ഹോളോകോൺ ആണ്, തിൻ ഹോളോകോൺ ആണ്, ഓഫ് ഹൈറ്റ് h ലൈസ് അറ്റ് എ ഹൈറ്റ് ഓഫ് ഡാഷ് ഫ്രം ബേസിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാ തിൻ ഹോളോകോണിൻ്റെത് h/3. അത് നമുക്കറിയാലോ. ഇനി ഓക്കെ, ഒരു തിൻ ഹോളോകോണിൻ്റെ ബേസിൽ നിന്ന് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് എത്ര മാറിയിട്ടാണ് നമ്മൾ പഠിച്ചു? h/3 മാറിയിട്ടാണ് നമ്മൾ പഠിച്ചല്ലേ. ഇനി അതുപോലെ തന്നെ ഓക്കെ, ഒരു സോളിഡ് കോൺ ആണെങ്കിലോ, സോളിഡ് കോണിൻ്റെ ബേസിൽ നിന്ന് h/4 ഡിസ്റ്റൻസ് മാറിയിട്ടായിരിക്കും അവൻ്റെ CG വരിക. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും തെറ്റിപ്പോകല്ലേ. ഹോളോ W ഇല്ലേ, W കണ്ടാൽ 3 പോലല്ലേ, അപ്പോൾ h/3. സോളിഡ് ഓക്കെ, സോളിഡ് ആകുമ്പോൾ എത്ര വരും? h/3 അല്ലാത്തത് h/4. അങ്ങനെ കണക്ട് ചെയ്ത് ഓർത്തിരിക്കണേ. അടുത്ത നോക്കിക്കേ, മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ തിൻ സർക്കുലർ ഡിസ്ക്. ഒരു തിൻ സർക്കുലർ ഡിസ്ക് ആണ്, തിക്നെസ് കുറവായതുകൊണ്ടാണ് നമ്മൾ തിൻ എന്ന് പറയുന്നത്. എബൌട്ട് ആൻ ആക്സിസ് ത്രൂ ഇറ്റ്സ് സെൻറ്റർ, അവൻ്റെ സെൻറ്ററിൽ കൂടെ ഒരു ആക്സിസ് കൺസിഡർ ചെയ്യാണ്. ആൻഡ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് പ്ലെയിൻ, അതായത് ഈ ഒരു പ്ലെയിന് പെർപെൻഡിക്കുലറാണ്. ഓക്കെ, എന്താണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ? mr²/2. ഓക്കെ, എന്താണ്? ഹാഫ് mr² എന്ന് പറയാം, അല്ലെങ്കിൽ mr²/2 എന്ന് പറയാം ഡിസ്കിൻ്റെ. ഓക്കെ, തിൻ സർക്കുലർ ഡിസ്കിൻ്റെ ആക്സിസ് സെൻറ്ററിൽ കൂടെയാണ് പാസ് ചെയ്യുന്നതെങ്കിൽ അവൻ്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്താണ്? ഹാഫ് mr². m എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ഓഫ് തിൻ സർക്കുലർ ഡിസ്ക് ആണ്. ഓക്കെ, മാസ് ഓഫ് തിൻ സർക്കുലർ ഡിസ്ക് ആണ് m. r എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ്റെ റേഡിയസ് ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത് നോക്കിക്കേ, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ മോഷൻ ഓഫ് എ റിജിഡ് ബോഡി. ഒരു റിജിഡ് ബോഡിയുടെ മോഷനാണ്. ഇൻ വിച്ച് ഓൾ പാർട്ടിക്കിൾസ് ഇൻ ദ ബോഡി റിമെയിൻ അറ്റ് എ കോൺസ്റ്റൻറ്റ് ഡിസ്റ്റൻസ് ഫ്രം ഫിക്സഡ് റെഫറൻസ് പ്ലെയിൻ. അപ്പോൾ എനിക്കൊരു ഫിക്സഡ് റെഫറൻസ് പ്ലെയിൻ ഉണ്ട്, അതിനകത്തുനിന്ന് ഫിക്സഡ് ഡിസ്റ്റൻസിലായിരിക്കും എന്ത്? ഒരു കോൺസ്റ്റൻറ്റ് ഡിസ്റ്റൻസിലായിരിക്കും ഈ ബോഡിയുടെ എല്ലാ പാർട്സും. അങ്ങനെയുള്ള മൂവ്മെൻറ്റിന് എങ്ങനെ പറയുന്നത്? ആ മോഷന് ത്രൂ ഔട്ട് മോഷൻ ഇങ്ങനെ ആയിരിക്കും. അങ്ങനെയുള്ള മോഷൻ എന്ത് മോഷൻ നമുക്ക് പറയാൻ പറ്റും? ട്രാൻസ്ലേഷണൽ മോഷൻ അല്ലേ. ലോങ് ലീനിയർ എന്താ പാത്തിൽ മൂവ് ചെയ്യും. ഫിക്സഡ് റെഫറൻസ് ആക്സിസ് ആക്കി വെച്ചാൽ എപ്പോഴും കോൺസ്റ്റൻറ്റ് ഡിസ്റ്റൻസിലായിരിക്കും. ഓക്കെ, അങ്ങനെയുള്ള മോഷൻ എന്താണ് പറയുന്നത്? ട്രാൻസ്ലേഷൻ. ഇനി അടുത്ത നോക്കിയേ, എ ഡോർ ഓഫ് വിഡ്ത്ത് 1.5 മീറ്റർ. അപ്പം ഡോറിൻ്റെ വിഡ്ത്ത് നമുക്ക് പറഞ്ഞിട്ടുണ്ട് എത്രയാണ്? 1.5 മീറ്റർ. ക്യാൻ റൊട്ടേറ്റ്, അതിന് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഇഫ് എ മൊമെന്റ് ഓഫ് 30 kN മീറ്റർ. അപ്പം മൊമെന്റ് എത്രയാണ്? മൊമെന്റ് എന്ന് പറയുന്നത് 30 kN അപ്ലൈ ചെയ്യുമ്പം ഈ ഡോറിന് എന്ത് ചെയ്യാൻ പറ്റും? റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഇത് എൻ്റെ ഡോറെങ്കിൽ ഞാൻ ഇതിലൊരു മൊമെന്റ് അപ്ലൈ ചെയ്യുക, 30 kN അപ്ലൈ ചെയ്യുമ്പോൾ ഇവൻ എന്ത് ചെയ്യും? ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. ദ മാക്സിമം ഫോഴ്സ് ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു ഓപ്പൺ. അപ്പോൾ ഈ എത്ര ഫോഴ്സ് കൊടുത്താൽ ഇതിനെ ഓപ്പൺ ആക്കാൻ പറ്റും? ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താ? മൊമെന്റ് ഇൻറ്റു ഡിസ്റ്റൻസ് അല്ലേ. മൊമെന്റ് ഇൻറ്റു ഡിസ്റ്റൻസ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര ആയിട്ട് വരും? വിഡ്ത്ത് വരും അല്ലേ. മൊമെന്റ് 30 ആണ്. ഫോഴ്സ് നമ്മുടെ മൊമെന്റിൻ്റെ ഇക്വേഷനാണ് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് അല്ലേ. നമ്മുടെ മൊമെന്റ് എന്ന് പറയുന്നത് എന്താണ്? മൊമെന്റ് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, FD എന്ന് പറയാൻ പറ്റും. മൊമെന്റ് എന്ന് പറയുന്നത് 30 kN നമുക്ക് തന്നിട്ടുണ്ട്. ഫോഴ്സ് നമുക്ക് അറിയത്തില്ല. ഡിസ്റ്റൻസ് എത്രയാണ്? 1.5 മീറ്റർ. അപ്പം നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? 30 kN ആൻസർ കിലോന്യൂട്ടണിലാകുമ്പോൾ കിലോന്യൂട്ടൺ തന്നെ ഇടാം. ഡിവൈഡഡ് ബൈ 1.5. ഓക്കെ, അപ്പം എങ്ങനെ കിട്ടും? 30 kN/meter ഡിവൈഡ് ബൈ 1.5 മീറ്റർ. അപ്പം 300 ഡിവൈഡഡ് ബൈ 15 എഴുതാനേ അല്ലേ. അപ്പം 20 kN കിട്ടത്തില്ല ആൻസർ. അപ്പം നമ്മുടെ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇനി അടുത്ത നോക്കി, ദ ഫോളോയിങ് ഫിഗർ ഷോസ് എ വെലോസിറ്റി ടൈം പ്ലോട്ട്. ഇതെന്ത് പ്ലോട്ടാണ്? വെലോസിറ്റി ടൈം പ്ലോട്ടാണ്. y ആക്സിസിൽ വെലോസിറ്റി ആണ് കൊടുത്തേക്കുന്നത്, എക്സ് ആക്സിസിൽ എന്താണ്? ടൈം ആണ് കൊടുത്തേക്കുന്നത്. വെലോസിറ്റിയുടെ യൂണിറ്റ് എന്താ? മീറ്റർ/സെക്കൻഡ് ആണ്. ടൈമിൻ്റെ യൂണിറ്റ് എന്താ? സെക്കൻഡിലാണ് കൊടുത്തേക്കുന്നത്. ഫോർ എ പാർട്ടിക്കിൾ ട്രാവലിംഗ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. ഒരു സ്ട്രെയിറ്റ് ലൈന് ട്രാവൽ ചെയ്യാന്ന് പറഞ്ഞാൽ അത് എന്ത് മോഷൻ ആയിരിക്കും? ട്രാൻസ്ലേഷണൽ മോഷൻ ആയിരിക്കും അല്ലേ. ദ ഡിസ്റ്റൻസ് കവേർഡ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താ? എസ്. ഡിസ്റ്റൻസ് കവേർഡ് കണ്ടുപിടിക്കണം ബൈ ദ പാർട്ടിക്കിൾ ഫ്രം ടൈം t = 0 seconds ടു ടൈം t = 5 seconds.
അപ്പോൾ 0 സെക്കൻഡ്സ് എവിടെ തുടങ്ങും? ഇവിടെ തുടങ്ങും. 5 സെക്കൻഡ്സ് എവിടെ വരും? ഇവിടെ വരും. അത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുമ്പം അതിൽ അത്രയും ആ 0 to 5 അവൻ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നു എന്നെങ്ങനെ കണ്ടുപിടിക്കും? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എസ് എന്ന് എന്താ? വി ഇൻറ്റു ടി അല്ലേ? വെലോസിറ്റി ഇൻറ്റു ടൈം അല്ലേ എസ്? ഏരിയ എസ് എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദിസ് വെലോസിറ്റി ടൈം കർവ് അപ് ടു എത്രയാണ്? 5. ഓക്കെ, അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കും? ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും നോക്കി? 5 വരെ എങ്ങനെ ഏരിയ കണ്ടുപിടിക്കാം നോക്കി? നമുക്ക് ഇവിടെ ഇപ്പോൾ ഓരോരോ ടൈം നോക്കണം. ഇപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ നോക്കിയേ, ആദ്യം എന്ന് പറയുമ്പോൾ 0-ൽ സ്റ്റാർട്ട് ചെയ്തു 2 വരെ അല്ലേ? 0 to 2 ടൈം എത്ര? 2 സെക്കൻഡ്സ്. എത്ര വെലോസിറ്റിയാണ്? 1 മീറ്റർ പെർ സെക്കൻഡ്. അപ്പം 2 into 1 ഫസ്റ്റ് ഏരിയ കിട്ടി. പ്ലസ് ഇനി അടുത്ത എന്താ? നമുക്ക് ഈ ഒരു സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. അത് എത്ര? 1 into 1 അല്ലേ? വെലോസിറ്റി 1 മീറ്റർ പെർ സെക്കൻഡ്, ടൈം 1 സെക്കൻഡ്. അപ്പം 1 into 1. ഓക്കെ, ഇനി അടുത്ത എന്താ? ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ. ട്രയാങ്കിളിൻ്റെ ഏരിയ എങ്ങനെയാണ്? ഹാഫ് ഇൻറ്റു ബേസ് എത്ര? 1 സെക്കൻഡ്. ഹൈറ്റ് എത്ര? 1 2 3 അല്ലേ? അല്ലെ 4 - 1 3 എന്ന് എടുക്കാം. ഓക്കെ, ഇനി അടുത്തത് എന്താ? ഈ ഒരു സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. അത് എത്ര? 2 into 2. ഇവിടെ 2 ഇവിടെ 2. അപ്പം 2 into 2. ഇനി ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്താ? ഹാഫ് ഇൻറ്റു ബേസ് 2 ഇൻറ്റു ഹൈറ്റ് 2. ക്ലിയർ ആയോ? അപ്പോൾ സം എത്ര വരും? 2 + 1 + 3/2 എത്ര? 1.5 + 2 into 2 എത്ര? 4 + 2 എന്ന് വരും അല്ലേ? അപ്പോൾ 4 + 2 6, 6 + 1 7, 7 + 2 9, 9 + 1.5 10.5 മീറ്റർ. അതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പം 10.5 മീറ്റർ ആൻസർ. അടുത്ത ദിവസം നോക്കി, ഫോർ സ്പ്രിങ്സ് ഇൻ സീരീസ് കണക്ഷൻ. സ്പ്രിങ്ങുകളെ നമ്മൾ എങ്ങനെ കൊടുത്തേക്കുന്നത്? സീരീസിലാണ് കണക്ട് ചെയ്തേക്കുന്നത്. വിച്ച് പാരാമീറ്റർ ഈസ് റിമൈനിങ് കോൺസ്റ്റൻറ്റ് ഫോർ ഓൾ ദ സ്പ്രിങ്? രണ്ട് സ്പ്രിങ്ങിനും കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളത് എന്തായിരിക്കും? ആ സ്പ്രിങ്ങിൽ കൂടെ പാസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, എന്താണ്? ഫോഴ്സ് കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, സ്പ്രിങ് സീരീസ് കണക്ഷൻ ആകുമ്പം പാരാമീറ്റർ കോൺസ്റ്റൻ്റ് ആണ്. ഏതാണ്? ഫോഴ്സ് ആണ്. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ 2-3 കാര്യങ്ങൾ, ഇങ്ങനെയാണ് സ്പ്രിങ് സീരീസിൽ കണക്ട് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഈ ഒരു സ്പ്രിങ്ങിൻ്റെ സ്റ്റിഫ്നെസ് K ആണ്, ഇവൻ്റെ സ്റ്റിഫ്നെസ് K ആണ്. ഓക്കെ, അല്ലെങ്കിൽ K1 K2 എന്ന് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, അപ്പം ഇതിൻ്റെ എന്താണ്? ഡിഫ്ലക്ഷൻ ΔL ആണ്, ഇവൻ്റെ ഡിഫ്ലക്ഷൻ ΔL ആണ്. ഒരു മാസ് M അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇക്വലൻ്റ് സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1/K1 + 1/K2 ആയിരിക്കും സ്പ്രിങ്സ് ഇൻ സീരീസിന്. ഇനിയും സ്പ്രിങ്സ് ഇൻ പാരലൽ ആണെങ്കിലോ, അതെ ഇവിടെ K1 K2 ഇവന്മാർ രണ്ടും പാരലലാണ്, ഒരു മാസ് M അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അല്ലേ? ഇവന്മാരും പാരലല്ലേ? അപ്പം ഇക്വലൻ്റ് സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? K1 + K2 ആയിരിക്കും. പാരലാകുമ്പം സം ചെയ്യാം. സീരീസിലാകുമ്പം 1/K ഇക്വലൻ്റ് എന്ന് പറയുന്നത് 1/K1 + 1/K2 എന്ന് എടുക്കുക. ഓക്കെ, ക്ലിയർ ആയല്ലോ? അടുത്തത്, the maximum velocity of a particle moving with simple harmonic motion. നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താ? വെലോസിറ്റി മാക്സിമം എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലേ? മാക്സിമം വെലോസിറ്റിയുടെ ഒക്കെ ഡെറിവേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് മെക്കാനിക്സിൽ. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് എന്തായിരിക്കും? ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് L = r θ. അതിനകത്ത് സൈൻ്റെയും കോസിൻ്റെയും ഒക്കെ ടേം വരും. അതൊന്നും ഞാനിപ്പോൾ എടുക്കുന്നില്ല. L = r θ അല്ലേ? അതാണ് നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വെലോസിറ്റി ആവുമ്പോഴോ r × dθ/dt എന്ന് വരും അല്ലേ? അങ്ങനെ എന്ത് വരും? r⍵ എന്ന് വരും. ഓക്കെ, അപ്പോൾ മാക്സിമം വെലോസിറ്റിയുടെ വാല്യൂ അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്ന r⍵ വരും. ആക്സിലറേഷനിലാണെങ്കിലോ r⍵ പിന്നെയും ഡെറൈവ് ചെയ്തണം അല്ലേ? അപ്പോൾ എന്ത് വരും? r⍵² എന്ന് വരും. ഓക്കെ, അപ്പം L = r θ അല്ലെങ്കിൽ വെലോസിറ്റി എന്ന് പറയുമ്പോൾ r⍵, ആക്സിലറേഷൻ എന്ന് പറയുമ്പോഴത്തേനും r⍵². ഓക്കെ, ക്ലിയർ ആയല്ലോ?